മനുഷ്യന്റെ അടുക്കള രഹസ്യങ്ങൾ പോലും പണമുണ്ടാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയക്ക് മുൻപിലേക്ക് അവതരിപ്പിച്ചു കൊടുക്കുന്നു. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാ സോഷ്യൽ മീഡിയ ഇത്രമാത്രം നമ്മളെ കുടുംബത്തിലേക്ക് നുഴഞ്ഞു കയറാനുള്ള കാരണം? കുടുംബത്തിലെ മാതാപിതാക്കളായ ഉമ്മമാര് പോലും വീട്ടിലെ സീൽക്കാര ശബ്ദങ്ങൾ വാട്സപ്പിലും ഫേസ്ബുക്കിലുമാക്കി ജനങ്ങളിലേക്ക് എത്തിക്കാൻ തുടങ്ങി. മറക്കത്ത് ചെയ്യേണ്ടിയിരുന്ന പലതും ആളുകൾക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ തുടങ്ങി. കെട്ടിയ പെണ്ണിന് പകരം മറ്റൊരു പെണ്ണിനെ ബെഡ് കൊണ്ടച്ച് കിടത്തി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ പ്രാങ്ക് ചെയ്യാൻ തുടങ്ങി. ഓരോരുത്തരും അവനവന്റെ നേട്ടത്തിന് വേണ്ടി നമ്മളെ സമയവും പണവും നഷ്ടപ്പെടുത്തുന്ന വൃത്തികേടുകൾ പടച്ചുവിടുമ്പോ തോണ്ടിക്കൊണ്ടിരിക്കുന്ന 30 സെക്കൻഡിന്റെ നോട്ടങ്ങൾ, ആ തോണ്ടിക്കൊണ്ടിരിക്കുന്ന 30 സെക്കൻഡിന്റെ കാഴ്ചകൾ, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. പടച്ചുവിട്ടവൻ മാത്രമല്ല, നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി റീൽസുകൾ ഉണ്ടാക്കിയവര് മാത്രമല്ല, അവന്റെ വീഴ്ചയും അവന്റെ സങ്കടവും കണ്ട് അത് പ്രാങ്കൻ നോമന പേരിട്ട് വിളിച്ച് കണ്ട് രസിച്ചവനാകട്ടെ, ഉടുത്തതും ഉടുക്കാതെയും തുള്ളുന്ന പെണ്ണാവട്ടെ, ഉടുത്തതും ഉടുക്കാതെയും തുള്ളുന്ന ആണാവട്ടെ, ഓരോ ആണും പെണ്ണും പടച്ചുവിടുന്ന തോന്നിവാസങ്ങൾ കാണാൻ നിങ്ങളെ മണിക്കൂറുകൾ നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന സമഅ നിങ്ങളുടെ കേൾവി, വൽ ബസറ നിങ്ങളുടെ കാഴ്ച, വൽ ഫുആദ നിങ്ങളുടെ ചിന്ത, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നാളെ റബ്ബിന്റെ മുൻപിൽ അതൊക്കെ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും, അതൊക്കെ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ എന്റെ കാഴ്ചകളും പെരുമാറ്റങ്ങളും മറ്റുള്ള ആളുകൾക്ക് സങ്കടമുണ്ടാക്കാൻ പാടില്ല.